രാജസ്ഥാനിലെ അവസ്ഥ എടുക്കുകയാണെങ്കിൽ ഗെലോട്ട് പൈലറ്റ് വിഷയം വളരെയധികം കത്തി നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ എൻഡിഎയിലാണ് ജനങ്ങൾ കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മോദി പ്രഭാവം രാജസ്ഥാനിൽ ഇത്തവണത്തെ ഇലക്ഷനിൽ തീർച്ചയായും അത് പ്രകടമായി തന്നെ കാണാൻ സാധിക്കില്ലേ? തീർച്ചയായും നിലവിൽ രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും എല്ലാം എത്രത്തോളം പ്രസക്തമാണ് എന്നൊരു വലിയ ചോദ്യം കൂടി ബാക്കി നിൽക്കുന്നുണ്ട്. അവർക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം നഷ്ടപ്പെട്ടതോടുകൂടി കോൺഗ്രസ് രാജസ്ഥാനിലും അപ്രസക്തമാകുന്നു. നേരത്തെ എങ്ങനെയാണോ ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും മറ്റ് സംസ്ഥാനങ്ങളിലും മുൻപ് അവർ ഭരണം നടത്തിയിരുന്ന സംസ്ഥാനങ്ങളിൽ എങ്ങനെയായിരുന്നോ കോൺഗ്രസ് അപ്രസക്തമായത്, അത്തരത്തിലുള്ളൊരു രീതിയിലേക്ക് രാജസ്ഥാനിലും ഒപ്പം ഛത്തീസ്ഗഡിലും മധ്യപ്രദേശും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് എത്തുന്നു. രാജസ്ഥാനിൽ 25 സീറ്റുകളാണുള്ളത്. അവിടെ ഒന്നാം ഘട്ടത്തിൽ 12 മണ്ഡലങ്ങളിലും രണ്ടാം ഘട്ടത്തിൽ ഇപ്പോൾ 13 മണ്ഡലങ്ങളിലുമാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഇവിടങ്ങളിൽ മുഴുവൻ സീറ്റുകളും 20-ൽ കൂടുതൽ സീറ്റുകളും പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന 100% ഉറപ്പാണ് BJP നേതൃത്വം മുൻപോട്ട് വയ്ക്കുന്നത്. അവിടെ കഴിഞ്ഞ ദിവസം കോട്ടയിലും ഒപ്പം ഡോങ്കിലുമെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ റാലികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തിരുന്നു. ഇത്തവണ മുഴുവൻ സീറ്റുകളും രാജസ്ഥാനിൽ പിടിച്ചെടുക്കും. ഹിന്ദി ഹൃദയ ഭൂമികയിൽ ഇത്തവണ BJPയെ ജനങ്ങൾ മുഴുവൻ സീറ്റുകളും നൽകി വിജയിപ്പിക്കും എന്ന പ്രഖ്യാപനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് രാജസ്ഥാനിലും കോൺഗ്രസിനും അതിനപ്പുറത്തേക്ക് ദേവിക സൂചിപ്പിച്ചതുപോലെ സച്ചിൻ പൈലറ്റിനും അശോക് ഗെഹ്ലോട്ടിനും എല്ലാം തന്നെ എത്രത്തോളം ഇപ്പോൾ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിനപ്പുറത്തേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് BJPയും അതിനപ്പുറത്തേക്ക് മോദി എന്ന ദേശീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെയും മുൻനിർത്തിയുള്ള പ്രകടനവും അതിൻ്റെ റിസൾട്ടുമാണ് എന്നുള്ളതിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ യാതൊരു സംശയമില്ല. അത്തരത്തിലൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ടിനും സച്ചിൻ പൈലറ്റിനും ഒന്നും തന്നെ അത്രത്തോളം പ്രാധാന്യമില്ല എന്ന് വേണ്ടി വരും നമുക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ ചൂണ്ടിക്കാണിക്കാൻ. അതിനപ്പുറത്തേക്ക് കോൺഗ്രസിന്റെ പ്രസക്തി, അവർ എത്രത്തോളം ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് എന്ന് തെളിയിക്കുന്നതിന്റെ ഒരു ബാധ്യത കൂടിയാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. കേരളം ഉൾപ്പെടെ കർണാടക, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, അസം, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ മണ്ഡലങ്ങളിലും ഇന്ന് ജനവിധി രേഖപ്പെടുത്തും. രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ 62 NDA സഖ്യത്തിന്റെ സിറ്റിംഗ് സീറ്റുകളാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണ.